ഹായ് കൂട്ടുകാരെ, നിങ്ങൾ JCB കണ്ടിട്ടില്ലേ? പക്ഷെ അതെങ്ങനെ വരയ്ക്കാമെന്ന് നിങ്ങൾ എല്ലാവരും വിചാരിക്കുമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു JCB വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പഠിച്ചാലോ? അതെ, നിങ്ങൾ വരയ്ക്കാൻ തയ്യാറാണോ? നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ JCB വരയ്ക്കാൻ ഇതുപോലെ ആദ്യം ഒരു റെക്റ്റാങ്കിൾ ഇതുപോലെ അങ്ങ് വരയ്ക്കുക. ഈ ഒരു ചതുരം വരച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് വരയ്ക്കുന്ന ഒരു മെത്തേഡാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം ആ ഒരു ചതുരത്തിന് മുകളിൽ തന്നെ ഇതുപോലൊരു ലൈൻ വരയ്ക്കുക. ആ ലൈനിന് വലത്തോട്ട് കുറച്ച് ഒരു നിശ്ചിത ഗ്യാപ്പിലൊന്ന് വരയ്ക്കുക. അതിനുശേഷം ഒരു വര താഴോട്ട് ഒരു ചരിച്ച് ഒരു ഇൻക്ലൈൻഡായിട്ട് ഇതുപോലെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ JCBയുടെ ആ ഒരു ജനൽ ആ ഒരു ഭാഗമൊക്കെയാണ് വരയ്ക്കുന്നത്. ആ ടോപ്പിൽ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു രണ്ട് ഷേപ്പിൽ തന്നെ വരയ്ക്കാൻ നോക്കുക. ഈ ഒരു രണ്ട് ഷേപ്പ് തന്നെ നിങ്ങൾ വരയ്ക്കുക, ആ ഒരു ഇൻക്ലൈൻഡ് ലൈനല്ല. അതിനുശേഷം നമ്മൾ JCBയുടെ ആ ഒരു ടയർ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു രണ്ട് പൊസിഷൻ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു. നമ്മൾ ആ ഒരു സൈഡ് വ്യൂ ആണ് വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ JCBയുടെ. അപ്പോൾ ആ JCBയുടെ ആ ഒരു ഇടതുവശത്തുള്ള ആ ഒരു ടയർ നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ആ ഒരു ടയറാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആ ടയർ നിങ്ങൾക്ക് അറിയാം, ഒരു JCBയുടെ ബാക്ക് വീല് വലുതാണെങ്കിൽ ഫ്രണ്ട് വീല് അതിൻ്റെ പാതി സൈസേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതുപോലെ ഇതിപ്പോൾ നമ്മൾ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ടയറിൻ്റെ ആ ഒരു അകത്ത് ആ ഒരു റൗണ്ടാണ് വരയ്ക്കുന്നത്. പുറത്തെ റൗണ്ട് വരയ്ക്കുമ്പോൾ ബാക്കിലത്തെ ടയറിൻ്റെയും ഫ്രണ്ടിലത്തെ ടയറിൻ്റെ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ നോക്കി തന്നെ വരയ്ക്കുക. നിങ്ങൾ ഫ്രണ്ടിൽ എത്രയാണോ വരയ്ക്കുന്നത് അതിൻ്റെ കുറച്ചും കൂടെ വലുതാക്കി തന്നെ ബാക്കിൽ വരയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആ ഒരു റൗണ്ട് ഷേപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇതുപോലുള്ള കുറച്ച് കോമ്പസുകളോ അങ്ങനെ എന്തെങ്കിലും ടൂൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ആ ടയറിൽ നമ്മൾ ഇതുപോലെ ആ ഒരു ഗ്രിപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. മുള്ളുപോലെ ഇതുപോലെ സ്ക്വയർ ടൈപ്പിന് ചെറുതായിട്ട് വരച്ച് എടുക്കുക. അതിനുശേഷം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇത് വരയ്ക്കും. നമ്മൾ ആ ഫ്രണ്ടിലത്തെ ആ ഒരു തുമ്പിക്കൈ പോലുള്ള ആ ഒരു നീണ്ടിരിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ വരയ്ക്കുന്നത് JCBയുടെ. അത് ഇതുപോലെ ഒരു ചെറിയൊരു നീളത്തിന് ആ ഒരു രണ്ട് ലൈൻ വരയ്ക്കുക. ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമുക്ക് ആ ഒരു ഷേപ്പ് ഒരു ഹാഫ്, അതായത് സർക്കിളിൽ അതുപോലെ റൗണ്ടായിട്ട് ഇതുപോലെ വരച്ചിട്ട് ഒരു ഹെമിസ്ഫിയറിൻ്റെ ആ ഒരു ഇതിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇതേ ഷേപ്പിൽ തന്നെ വരച്ചെടുക്കാൻ നോക്കുക. നിങ്ങൾ സമയം എടുത്ത് വരച്ചാൽ മതി, ഒട്ടും ധൃതി കാണിക്കേണ്ട. അതിനുശേഷം നമ്മൾ വരയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ JCBയുടെ ആ ഒരു ബാക്ക് ഭാഗത്ത് ആ ഒരു ബാക്കിൽ വീലാണ്. അത് വരയ്ക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് വരച്ചതിനെക്കാട്ടിയും ഒരു സൈസ് കൂട്ടി തന്നെ വരയ്ക്കുക. അത് ഇതുപോലെ നിങ്ങൾ സമയമെടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കറക്റ്റ് റൗണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സമയമെടുത്ത് വരയ്ക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾ വരയ്ക്കുക. വരച്ചതിന് ശേഷം നമ്മൾ ആ ഒരു മുകളിൽ ഇതുപോലെ ഒരു ഭാഗം കൊടുക്കുക. ഇത് ആ JCBയുടെ ആ ഒരു മഡ്ഗാർഡ് പോലത്തെ ആ ഒരു ഭാഗമാണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ മുമ്പിലത്തെ വീലിൽ വരച്ചതുപോലെ തന്നെ ബാക്കിലത്തെ ആ ഒരു ഭാഗവും ഇതുപോലെ ആ ഒരു ടയറിൻ്റെ ആ ഒരു ഗ്രിപ്പ് സ്ക്വയറായിട്ട് ചെറിയ ചെറിയ സ്ക്വയർ ശ്രദ്ധിച്ച് നല്ല നീറ്റായിട്ട് നിങ്ങൾ വരയ്ക്കാൻ നോക്കുക. വരച്ചെടുക്കുമ്പോൾ അത് കളർ ചെയ്ത് വരുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയായിരിക്കും. സാധാരണ ഒരു വൃത്തം വരച്ച് ചെയ്യുന്നതിനെക്കാട്ടും JCBയുടെ ആ ഒരു ടയർ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു JCBയുടെ ആ ഒരു ഫ്രണ്ടിലത്തെ ഒരു ഇതുപോലത്തെ ഒരു ഷേപ്പിൽ നമ്മൾ ആ ഒരു ഫിൽറ്റർ ഇതുപോലെ വരച്ച് വയ്ക്കുക. ആ ഒരു പുകക്കുഴൽ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു. ഇനി നമ്മൾ ആ JCBയുടെ നമ്മുടെ ബാക്ക് സൈഡിലത്തെ ആ ഒരു തുമ്പിക്കൈയാണ് വരയ്ക്കാൻ പോകുന്നത്. തുമ്പിക്കൈയുടെ JCBയുടെ ആ ഒരു തുമ്പിക്കൈ അത് വരയ്ക്കുന്നതിനായിട്ട് പിന്നെ നമ്മൾ ചരിഞ്ഞ ആ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് ഇതുപോലെ രണ്ട് ലൈൻ വരയ്ക്കുക. വരച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഒരു ഷേപ്പിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ താഴോട്ട് വീണ്ടും രണ്ട് ലൈൻസുകൾ വരയ്ക്കുക. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ വരയ്ക്കുക. ഈ ഒരു ഷേപ്പ് കിട്ടിയാൽ മാത്രമേ ആ ഒരു ഭംഗി നമുക്ക് കാണത്തുള്ളൂ JCBക്ക്. അതിനുശേഷം നമ്മൾ ആ ഒരു കോരുന്ന ആ ഒരു ബക്കറ്റ് പോലത്തെ ആ ഒരു ഭാഗമാണ് വരയ്ക്കുന്നത്. കറക്റ്റ് റൗണ്ട് അല്ലാത്ത റൗണ്ട് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇതുപോലെ ലൈറ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പെൻസിൽ വെച്ച് നന്നായിട്ട് മാർക്ക് ചെയ്ത് എഴുതി നിങ്ങൾ ഇതുപോലെ വരച്ചെടുത്താൽ മതിയാകും. വളരെ സമയമെടുത്ത് വളരെ ഭംഗിയിൽ തന്നെ നമ്മൾ ആ ഒരു ബക്കറ്റ് പോലത്തെ ആ ഒരു ഭാഗവും ഇതുപോലെ വരച്ചെടുത്തു. ഇപ്പം തന്നെ നമുക്ക് ആ ഒരു JCBയുടെ ഏകദേശം ഒരു ഔട്ട്ലൈനും ഇപ്പം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ JCBക്ക് കളർ കൊടുക്കാം. ആദ്യം തന്നെ ബ്ലാക്ക് കളർ പെൻസിൽ എടുത്തിട്ട് ഇതുപോലെ എല്ലാ പാർട്ടും ടയർ ഉൾപ്പെടെ നമ്മൾ ഇതുപോലെ ബ്ലാക്ക് കൊണ്ട് ഫില്ല് ചെയ്ത് വരിക.
ഇനി നമ്മൾ ആ ഒരു യെല്ലോ കളർ പെൻസിൽ എടുത്ത് ബാക്കിയുള്ള എല്ലാ പോർഷനും ജെസിബിക്ക് നിങ്ങൾക്ക് അറിയാം യെല്ലോ കളർ, നിങ്ങൾ യെല്ലോ കളറാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. യെല്ലോയോ ഓറഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. സാധാരണയായിട്ട് യെല്ലോ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ യെല്ലോ കളർ യൂസ് ചെയ്ത് ആ ബോഡി മുഴുവനായിട്ട് ആ വൈറ്റ് പോർഷൻ എല്ലായിടവും നമ്മൾ ഇനി യെല്ലോ കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളൊരു ഡാർക്ക് റെഡാണ്, ക്രിംസൺ റെഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഒരു റെഡ് കൊണ്ട് നമ്മൾ ആ ഒരു വീലിൻ്റെ ആ ഒരു പോർഷൻ കൂടെ നമ്മൾ ലാസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ നമ്മൾ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഞാൻ ഇവിടെ സോഫ്റ്റ് പെൻസിൽ യൂസ് ചെയ്താണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത്. നിങ്ങൾ കളർ പെൻസിൽ തന്നെ ചെയ്താൽ മതിയാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഴുത്തിൽ തന്നെ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു JCB നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വരച്ചിരിക്കുന്ന പിക്കുകളെല്ലാം തന്നെ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ അയച്ചു തരുന്ന പിക്കുകളെല്ലാം തന്നെ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.